പക്ഷേ ഏറ്റവും ഒടുവിൽ കഴക്കൂട്ടത്തെ ജനങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് BJPക്ക് അനുകൂലമായിട്ട് വിധി എഴുതി. കഴക്കൂട്ടത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ നിരവധി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. കുടിവെള്ളവും റോഡുകളും ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ. ആ വിഷയങ്ങൾ പരിഹാരം കണ്ടെത്താൻ ഒരു മാറ്റം ആവശ്യമാണ് എന്ന് ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് എനിക്ക് ഈ വിധിയെഴുത്തിനെ കുറിച്ച് വിലയിരുത്തുമ്പോൾ തോന്നുന്നത്. ശബരിമല ചർച്ച ചെയ്ത പ്രചരണത്തിൽ ഉപയോഗിച്ച ഒരു മണ്ഡലമാണ്. മുൻ ദേവസ്വം മന്ത്രിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. ഒടുവിൽ വന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയമാണ്. ഇത്രയും വലിയ പ്രചാരണം ആ വിഷയത്തിൽ നടത്തിയിട്ടും ഇങ്ങനെ ആയിരുന്നു വിജയിക്കേണ്ടിയിരുന്നത്. ഞങ്ങൾ ആ വിഷയം ഉന്നയിച്ചിട്ടില്ല. ഈ മുൻ MLA അദ്ദേഹത്തിന് ഇതിൽ ഉത്തരവാദിത്തമില്ല, ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് കൈകഴുകാൻ ശ്രമിച്ചപ്പോൾ വസ്തുതകൾ ജനങ്ങൾ മനസ്സിലാക്കി. ആ വസ്തുതകൾ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആദ്യമേ പറഞ്ഞതും തെരഞ്ഞെടുപ്പ് കാലത്തും ഞാൻ പറഞ്ഞത്, വികസനമാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ശബരിമല പറഞ്ഞിട്ടും എന്തുകൊണ്ട് ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണെങ്കിൽ 63,000-ൽ നിന്ന് 46,000-ലേക്ക് സ്വന്തം വോട്ട് കുറഞ്ഞു എന്നുള്ളത് തന്നെ വലിയ വ്യത്യാസമല്ല. അപ്പോൾ കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത ഏതാണ്ട് 17,000 പേര് ഇത്തവണ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടില്ല. അത് വലിയൊരു സംഖ്യയല്ലേ. മണ്ഡലത്തിൽ MLA എന്നുള്ള നിലയിൽ ഈ പ്രദേശത്തെ ജനങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ, അതിലിടപെടാൻ സർക്കാരിൻ്റെ പിന്തുണയോടുകൂടിയിട്ട് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണല്ലോ MLAയുടെ ചുമതല. അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട വിഷയം. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരു പുതിയൊരു അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടോ സർക്കാർ? നമ്മൾ പാർട്ടി ഇതുവരെ അതിനെക്കുറിച്ച്, കാരണം പാർട്ടിയുടെ യോഗം ഇതുവരെ നടന്നിട്ടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ പാർട്ടി ആലോചിച്ച് എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും. ആ തീരുമാനങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലുള്ള എൻ്റെയും പ്രവർത്തനം. ഈ ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ ആഞ്ഞടിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. 6 മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്ത് MD വന്നിട്ടുണ്ട്. ഈ 3 വിജയത്തിൽ മാത്രം ഒതുങ്ങി പോകാനുള്ള കാരണം അത് എന്തായിരിക്കും? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ തെരഞ്ഞെടുപ്പ് UDFന് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്താണ് എന്ന് ആരൊക്കെ പറഞ്ഞാലും എനിക്കങ്ങനെ ഒരു UDFൻ്റെ ഏത് നയത്തിന് അനുകൂലമായിട്ടാണ് ജനങ്ങൾ വിധി എഴുതിയത് എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട്, പ്രത്യേകിച്ച് കാരണം പരാജയപ്പെട്ടവരിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും CPIയുടെയും തമ്മിൽ താരതമ്യം ചെയ്താൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ കഷ്ടിച്ച് 30% മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിധിയെഴുത്ത്, അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം, അതോടൊപ്പം ജനങ്ങളെ എത്രമാത്രം വെറുപ്പിക്കാമോ 5 വർഷക്കാലം കൊണ്ട്, അതിൽ റെക്കോർഡിട്ട ഒരു ഭരണമായിരുന്നു കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും ഒടുവിലത്തെ 5 വർഷക്കാലം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എല്ലായ്പ്പോഴും സംഭവിക്കാറുള്ളത് പോലെ ഭരിക്കുന്നവർക്കെതിരായിട്ടുള്ള ജനവികാരം തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ട് വരുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു സാഹചര്യം, അതിൻ്റെ പ്രയോജനം കോൺഗ്രസ് മുന്നണിക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെഴുത്തിൻ്റെ ഉൾക്കൊള്ളാവുന്ന പാഠം. അപ്പോൾ അതിൽ BJP സ്വാഭാവികമായും കേരളത്തിലെ 2ാം കക്ഷിയല്ല, കേരളത്തിലെ 3ാം കക്ഷിയാണ്. അപ്പോൾ 3ാം കക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ, ജനങ്ങളുടെ ഇടയിൽ സ്വാധീനവും ജനങ്ങളുടെ
പിന്തുണയും ലഭിക്കുന്നതിൽ ചില സ്വാഭാവികമായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവും. ആ പോരായ്മകൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ പോലും ഞങ്ങൾക്ക് 3 ജയിക്കാൻ കഴിഞ്ഞു. BJPക്ക് ഒരു സ്ഥലത്ത് പോലും ഒറ്റ സീറ്റ് പോലും കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഒരേ അഭിപ്രായക്കാരായിരുന്നു. പക്ഷേ അതൊക്കെ തെറ്റായിരുന്നു എന്ന് ഇപ്പോൾ ബോധ്യമായി. ഭാരതീയ ജനതാ പാർട്ടിയെക്കുറിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒ രാജഗോപാൽജി ജയിച്ചപ്പോൾ അന്ന് എല്ലാവരും വിധി എഴുതിയത് അദ്ദേഹത്തോടുള്ള സഹതാപം കാരണം ജനങ്ങൾ വോട്ട് ചെയ്തതാണ്. ഇത്രയും വർഷമായിട്ട് ഇത്രയും പ്രായമായിട്ടുള്ള ഒരാൾ വർഷങ്ങളായിട്ട് മത്സരിച്ച് തോറ്റുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ജനങ്ങൾ ഒരു തവണ ജയിപ്പിച്ചു വിട്ടു. പക്ഷേ ഇത്തവണത്തെ വിജയം 3 സീറ്റുകളിലുള്ള വിജയമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആരുടെയെങ്കിലും സഹതാപമോ ആരോടെങ്കിലുള്ള പ്രത്യേക താല്പര്യമോ എന്നുള്ളതിനപ്പുറത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നയങ്ങളോടുള്ള അംഗീകാരവും ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാടുകളോടുള്ള അംഗീകാരവും, അങ്ങനെ ഒരു അംഗീകാരമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നിരിക്കുക. പക്ഷേ ഇന്ത്യയിലെ ഘടകകക്ഷികൾ 2020 അടക്കം പെർഫോം ചെയ്തില്ല എന്നതാണ് റിസൾട്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു പകപ്പിഴ സംഭവിച്ചിട്ടുണ്ടോ? അല്ല, തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ പാർട്ടി അടിസ്ഥാനത്തിൽ മണ്ഡലം അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലൊന്നും ഞാനിപ്പോൾ നടത്തിയിട്ടില്ല. അത് പാർട്ടി കൂട്ടായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെന്തായാലും വരും ദിവസങ്ങളിൽ പാർട്ടിയുടെ സാധാരണഗതിയിലുള്ള രീതി അനുസരിച്ചിട്ട് ആ തരത്തിലുള്ള ഒരു വിലയിരുത്തലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് അതിനുശേഷം എന്താണ് ആ കാര്യത്തെക്കുറിച്ച് BJPക്ക് പറയാനുള്ളത് എന്നുള്ളത് നിങ്ങളോട് പറയും. LDFനൊപ്പം പ്രതിപക്ഷത്തിരിക്കുകയാണ് 3 BJP എംഎൽഎമാർ. അപ്പോൾ എങ്ങനെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഒരു നീക്കം? അല്ല, പ്രതിപക്ഷത്തിന്റെ നീക്കം എന്ന് പറഞ്ഞാൽ CPMന്റെ നീക്കം. നിങ്ങൾ പ്രതിപക്ഷ ബെഞ്ചിലാണ്. എങ്ങനെയാണ് ഈ വിഷയങ്ങൾ നേരിടുന്നത്? അല്ല, അതിൽ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതായിരിക്കും പ്രധാനപ്പെട്ട വാർത്തയാക്കുക. അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. അത്തരം കാര്യങ്ങൾ പാർട്ടി ഒരുമിച്ച് ചേർന്ന് ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും. പ്രതിപക്ഷത്ത് എല്ലാ ജനാധിപത്യ സംവിധാനത്തിലും പാർലമെന്റിലും അസംബ്ലി